ഇന്നെല്ലാവരും അണിഞ്ഞൊരുങ്ങിയാണല്ലോ. എന്താ ടൗണിലേക്ക് വല്ലതും? ഇങ്ങോട്ട് തന്നെ വന്നതാർന്ന്. ഞാൻ പറയാൻ തുടങ്ങാൻ പോവാർന്ന്, അപ്പോഴത്തേക്ക് എത്തിയില്ല. ദേ ആദ്യമായിട്ട് അവൻ അങ്ങാട്ട് കൊടുക്കും. മേടിച്ചോടെ കള്ള. ദേ ഞങ്ങളുടെ ഈ സത്യനെ കുറിച്ച് മോക്കളുടെ അഭിപ്രായം എന്താണ്? കാണാൻ കൊള്ളാവുന്ന ചെറുപ്പക്കാരൻ, രസികൻ. അല്ലേ മോളെ? പക്ഷെ ജോലി കൃഷിയാ. വിദ്യാഭ്യാസം അപ്പൻ എന്തിനാണ് ഇപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്തിടുന്നത്? ഞങ്ങൾ വലിയ വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഉള്ള ആളുകളല്ല. പക്ഷെ ഇവൻ സ്നേഹിച്ചാൽ ജീവൻ കൊടുക്കും. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് കുരുത്തക്കേടും കാണിക്കും. പണ്ട് ഞങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുള്ളവരാ. പക്ഷെ ഇപ്പൊ നെഞ്ചത്ത് കൈവച്ച് പറയുകയാണ് തൊമ്മനും മക്കളും നല്ലവരാ. ഇനി മേലാട്ട് അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. ആ കാര്യം ഗ്യാരണ്ടിയാ. എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ? ഞാനെന്തെങ്കിലും നിങ്ങളോട് അറിയാതെ? അങ്ങനെയൊന്നുമില്ല. കാര്യങ്ങൾ വളച്ചൊടിക്കാതെ അങ്ങോട്ട് പറയാവില്ല. എന്റെ മോൻ സത്യനെ പണിക്കരിയേട്ടന്റെ ഈ മോളെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റുവാ? അത് നടക്കില്ല. ശരിയാണ്. ഞങ്ങൾ നിലപറന്ന കാര്യങ്ങൾ ആലോചിച്ചത്. ചിരി അടുപ്പവും പരിചയമൊക്കെ ആയപ്പാ ഞങ്ങളെ തന്നെ മറന്നുപോയി. അതുകൊട്ടെ, സാരല്ലേ. അപ്പാ പോവാ, ആടാ. അയ്യോ, അതുകൊണ്ടല്ല. എന്റെ മോടെ കല്യാണം ഒരിക്കൽ കഴിഞ്ഞതാണ്. നിങ്ങൾ അറിയാത്ത ചില കഥകളുണ്ട്. കുടുംബത്തിന് താങ്ങത്തള്ളുമായി എനിക്കൊരു ആന്തരി ഉണ്ടായിരുന്നു. എന്റെ മകൻ ഗോപികൃഷ്ണൻ. തേവരുടെ കമ്പനിയില് അവന് മാനേജരായി ജോലി കിട്ടിയപ്പോഴാ ഞങ്ങൾ ഈ നാട്ടിലേക്ക് വരണത്. അവന്റെ കാര്യപ്രാപ്തി കൊണ്ട് കമ്പനി വളർന്നപ്പോ തേവർക്ക് അവനെ ഒരുപാട് ഇഷ്ടായി. തേവരുടെ മകളെ തേവര് തന്നെ അവന് വേണ്ടി കല്യാണം ആലോചിച്ചു. ഞങ്ങൾ അത് ഉറപ്പിക്കുകയും ചെയ്തു. കല്യാണത്തിന് 2 ദിവസം മുമ്പ് കമ്പനിയിൽ നിന്നും ബാഗിലടയ്ക്കാൻ കൊണ്ടുപോയ വലിയൊരു തുകയുമായി എന്റെ മകൻ കടന്നു കളഞ്ഞു. അവന് പട്ടണത്തിലേതോ ഒരു പെൺകുട്ടിയുമായി അടുപ്പമുണ്ടായിരുന്നത്രേ. എനിക്കതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. നാടറിഞ്ഞ് നടത്തേണ്ട കല്യാണം മുടങ്ങിയതിന്റെ വിഷമത്തിൽ തേവരുടെ ഭാര്യ മരിച്ചു. അതോടെ തേവരുടെ മകൾ ഇനി കല്യാണമേ വേണ്ട എന്ന് തീരുമാനിച്ചു. തേവർക്ക് ഞങ്ങളോട് പക തോന്നാൻ ഇതിൽ കൂടുതൽ കാരണം വല്ലതും വേണോ? എന്റെ കൃഷിയും സകല അധ്വാനങ്ങളും തകർത്തു എന്നെ ഒരു കടക്കാരനാക്കി. എങ്കിലും ഞാൻ പിടിച്ചു നിന്നു. ഈ ദുരിതത്തിൽ നിന്നും എന്റെ മോളെങ്കിലും രക്ഷപ്പെട്ടെന്ന് കരുതി ഞാൻ അവളുടെ കല്യാണം ഉറപ്പിച്ചു. ഞങ്ങളെ ഉപദ്രവിച്ചത് മതിയായില്ലേ നിങ്ങൾക്ക്? എന്റെ മകൾക്ക് ഒരു ജീവിതമില്ലാതിരിക്കുമ്പോ നിന്റെ ഈ മകൾ സുമംഗലിയായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവൾ ജീവിതകാലം മുഴുവൻ വിധവയായി നിന്റെ മുന്നിൽ തന്നെ കഴിയണം. വെട്ടിക്കൊല്ലാവനെ. എന്റെ മോനെ ഒന്നും ചെയ്യരുത്, അവനെ ഉപദ്രവിക്കല്ലേ. എന്നെ കൊല്ലരുന്ന് പറത്തേവരെ. എനിക്ക് പെണ്ണിനെ വേണ്ട, എനിക്ക് എന്റെ ജീവൻ മാത്രം മതി. എങ്കിൽ നീ കെട്ടിയ താലി നീ തന്നെ അഴിച്ചെടുക്ക. എന്റെ മോളുടെ കഴുത്തിൽ ഇനി ആരെങ്കിലും താലി കെട്ടാൻ തുനിഞ്ഞാൽ പിന്നെ ഈ തേവരവന്റെ ജീവൻ തിരിച്ചു തരില്ല. ഓ തമിഴാണല്ലേ.
എനിക്ക് ചെവി കേട്ട് എന്ത് കാര്യം? ഈ പോത്തിന് മനസ്സിലാകണ്ടേ? അല്ലേലും ചില പോത്തുകൾ അങ്ങനെയാണ്, മറ്റുള്ളവരുടെ ജീവിതവും വഴിയും മുടക്കി അങ്ങനെ നിൽക്കും. ഇപ്പൊ പാറുവിന്റെ കാര്യം തന്നെ എടുക്കും. പണ്ടെങ്ങാണ്ടൊരു കല്യാണം മുടങ്ങിപ്പോയെന്ന് പറഞ്ഞ് ഇപ്പൊ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുകയല്ലേ. ഇപ്പോഴും നല്ല പ്രായത്തിൽ തന്നെയാണ്. നമുക്കിവിടെ ഇങ്ങനെ ആലോചിക്കാൻ കേട്ടാ. ഈ തിരുപ്പതി മൂപ്പനാരെന്ന് കേട്ടിട്ടുണ്ട? നമ്മുടെ തേവാരകളൊക്കെ വലിയ പുള്ളിയാ. അയാൾക്കൊരു മകനുണ്ട്, ഒരു 6 അടി പൊക്കത്തൊരു പീസ്. ഇൻട്രസ്റ്റ് ഉണ്ടേ പറ, നമുക്ക് ആലോചിക്കും. എന്നെ കല്യാണം കഴിപ്പിക്കാൻ ഇയാൾക്കെന്താ അത്ര നിർബന്ധം? അയ്യോ, നീ പെറ്റ് കിടക്കണ കാണാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല. നീ ഇങ്ങനെ നിക്കണ കാരണം ഒരുത്തി ജീവിതം മുട്ടി നിൽക്കുകയാണ്. അവിടെ കഴുത്തി താലി കെട്ടിയാ കെട്ടിയവനെ തേവര് തട്ടുവന്നു. എങ്കിൽ അതൊന്നും കാണണമല്ല. എന്റെ കൂട്ടുകാരവളെ കെട്ടാൻ പോയാണ്. അതങ്ങനെ എളുപ്പത്തിൽ നടക്കൂന്ന് കരുതണ്ട. ഒരിക്കൽ താലി കെട്ടിയവൻ ജീവിച്ചിരിക്കുമ്പോ അവൻ രേഖാമൂലം ബന്ധം വേർപെടുത്താതെ മറ്റൊരാൾ എങ്ങനെയാ അവളുടെ കഴുത്തി താലി കെട്ടുന്നത്? തേവാര് താലി കഴിക്കാൻ പറഞ്ഞപ്പോ അഴിച്ച കൊഞ്ഞാണല്ലേ അവൻ. ആ ബന്ധം അതോട് തീർന്നു. പിന്നെ എന്ത് രേഖ? അല്ല, പിന്നെ പാറൂന് നിർബന്ധമാണെങ്കിൽ അത് ഒപ്പിക്കാം. അവന്റെ 7ാം വാരി നോക്കി ഒരു 4 വെടിവഴിപാട് കഴിച്ച ചുമന്ന കളറുള്ള രേഖ തന്നെ ഒഴുകി വരും. പാറു വണ്ടി വിട്. എന്ത് കാണാൻ നിക്കടാ പോത്തുകളെ, പോ. உள்ள போடி அசிங்கமே. சீக்கிரம் போடு. இங்க வா. அப்பாவை தொந்தரவு பண்ணாதே. അകത്ത് വെച്ച് പുറത്ത്. നീ എന്തിനടാ ഈ കതിനാ വെടി കെട്ടിച്ചിരിക്കണം? ഞാൻ എന്റെ അച്ഛനെ കുറിച്ച് ഓർത്ത് ചിരിച്ചതാ. അച്ഛനൊരു വെടിക്കെട്ട അപകടത്തിലാ മരിച്ചത്. എന്താ ചെയ്യാ, അച്ഛൻ്റെ ഒരു കാര്യം. സാറേ, സാറാണോ സാറേ ഗുണശേഖരൻ സാറ്? അയ്യോ, ഗുണശേഖരനല്ല, ഗുണശേഖരൻ. കുമാര സംഭവത്തിന്റെ ഗു. ഓ, കുമാരന്റെ മുമ്പിലുള്ള ഗു. കുമാരന്റെ പിന്നിലല്ലേ ഗു? ഓ, നമ്മൾ തമ്മിൽ എന്തിനാ തർക്കം? നമുക്ക് സാറിനോട് നേരിട്ട് ചോദിക്കാമല്ല. സാറിന്റെ മുമ്പിലാണോ ഗു, പിമ്പിലാണോ ഗു? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ശരിയാ, നമ്മളിവിടെ ഗു അന്വേഷിച്ച് വന്നല്ലോ. സാറേ, സാറിനൊരു ഗുണമുള്ള കാര്യം ചെയ്യാൻ വന്നതാ. ചില്ലറ വല്ലതും തടയുന്ന ഏർപ്പാടാണോ? ചില്ലറേക്കണ്ട സാറേ, കാര്യമായിട്ട് തന്നെ വന്നേക്കാം. കേട്ടുണ്ടോ? എന്താ കാര്യം? അതിപ്പോ ഇവരാരും അറിയണ്ട. അറിഞ്ഞാ അവർക്കും കൂടെ കൊടുക്കേണ്ടി വരും. സാർ പന്നി മലർത്തുകയായിരിക്കും. അതെ. ഏതായാലും കളി മുടക്കണ്ട. 150 അകത്ത്. ഇതെന്താ ഇത്? ഗ്ലാസ് മാറ്റി വെച്ചതാ. ഞാൻ സാറിന് കുറെ ദിവസമായിട്ട് അന്വേഷിച്ച് നടക്കാണ്. ഇപ്പോഴാണ് ഒത്തു കിട്ടിയത്. ഗുണശേഖരന് കിട്ടേണ്ടതാ. ഗുണശേഖരന് കിട്ടുന്നുണ്ടല്ലോ. എന്തോ ആരും വിളിച്ചില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കും. പോട്ടെ. പണിക്കര മകളെ വേറെ ആരും കല്യാണം കഴിക്കുന്നതിൽ യാതൊരു എതിർപ്പില്ലാന്ന് മറ്റേ ചെറുക്കൻ എഴുതി തന്ന കടലാസായിരുന്നു. ഇതിന് വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടല്ല. ഇനി ആ പെങ്കൊച്ചന്റെ കല്യാണത്തിനൊന്നും മറ്റവനെ എഴുന്നള്ളിച്ചോണ്ട് വരാതിരിക്കാൻ വേണ്ടിയാ. ഇനി പണിക്കര മോളെ കല്യാണം കഴിക്കാൻ പോണത് എന്റെ സത്യനാ. എന്റെ കൂടെയുള്ള മറ്റവൻ താടി. ഇനി പഴയതുപോലെ അത് മുടക്കാനോ താറുടിപ്പിക്കാനോ അങ്ങോട്ട് വന്ന വരുന്നവനെ എല്ലാത്തിനെയും വെട്ടുറുക്കി കഷണങ്ങളാക്കി സാമ്പാർ വെച്ച് ഇലയിൽ വിളമ്പും ഞാൻ. സേമിയ പായസോട്ടി വിള. സുലാൻ വട. നീ എന്താടാ ചാണാൻ ചവിട്ടിയ പോലെ നടക്കണത്? ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞാലേ ഇതുപോലെ നടക്കണം. ലൂസ് മോഷൻ. മര്യാദ കിടക്കണം. ഇതുപോലെ നടന്നാ മതിയാ. സമാനമായിപ്പാ. ഞാൻ ഈ നാട്ടില് വന്ന പിന്നെ ഇതുപോലൊരു വിളവെടുപ്പ് ഇത് ആദ്യ. തൊമ്മച്ചനെയും മക്കളെയും ഈ മണ്ണിലേതായാലും ശരിക്കും ഇഷ്ടായിട്ടുണ്ട്. ഏത് മണ്ണിനും തൊമ്മനെ ഇഷ്ടമാണ്. എന്നും വെള്ളമടിച്ച് മണ്ണി കിടപ്പാണല്ല. അതേടാ, തൊമ്മം വെള്ളമടിച്ചും മണ്ണി കിടക്കും. പക്ഷെ ആ ലെവലിൽ തൊമ്മം താഴെ പോയിട്ടുണ്ടോ? അതാണ് തൊമ്മന്റെ കൺട്രോളിങ്സ്. പോയ കാര്യം എന്തായി? എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് തീർത്തിട്ടാ വന്നത്. ഇനി ഒരു മുഹൂർത്തം കുറിക്കേണ്ട കാര്യമുള്ളൂ. അല്ല, നമ്മുടെ അവശകാമുകൻ അവിടെ പോയി. ഈ സന്തോഷ വാർത്ത അവനൊന്നും അറിയിക്കണമല്ല. അവനെ ആടിനെ തീറ്റിക്കാൻ പോയിരിക്കുക. ആ സംഭവത്തിന് ശേഷം സത്യേട്ടൻ രമണനായി മാറിയിരിക്കുക. കയ്യിൽ ഫ്രൂട്ടിലെന്ന് മാത്രമേ ഉള്ളൂ. രാവിലെ ആടിനെ തീറ്റിക്കാൻ പോയാൽ വൈകുന്നേരം ആവുമ്പോൾ ആടി തീറ്റി വരും. അല്ല, ആ ശിവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഈ മനുഷ്യന്മാരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഈ ആടിനെ തീറ്റിച്ചിരുന്നത് ആരാണ്? അത് ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊണ ആൻസറാ. ഞാനത് ചോദിക്കരുതായിരുന്നു.
ഒന്നുമില്ല ശിവട്ട അവന് വിടരുത്. നീ ഇവനെ നാശിക്കുന്നു. നിന്റെ കല്യാണം നടക്കാത്തത് കൊണ്ടല്ലേ നിന്റെ അപ്പൻ തേവാരുടെ കലി അടങ്ങാത്തത്. അയാൾക്കടെ എല്ലാ കലിയും ഇതോടുകൂടെ അടങ്ങി. എന്താണ് നോക്കിക്കണത്? വായിക്കണ കെട്ടിമേളം. ഒന്നും ചെയ്യണ്ടെന്നോ? നിന്നെ ബലമായി പിടിച്ചു നിർത്തി താലിയിട്ട് ഇവരെ പേര് ജീവനോടെ വെച്ചേക്കണോ? എന്റെ പൊന്നുപുള്ളിയെ ബലമായിട്ടൊന്നുമല്ല, ഈ പാറക്കുട്ടിയുടെ സമ്മതത്തോടെ തന്നെയാ. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ലവ്. വെട്ടി തുറക്കണ ഇവനെ. അയാൾ പറഞ്ഞത് ശരിയാ. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാ. എന്റെ സമ്മതത്തോടു കൂടി തന്നെയാ അയാൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയത്. ഇനി എന്റെ വാക്ക് ധിക്കരിച്ച് ആർക്കെങ്കിലും അയാളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ കൊല്ല്.